നമസ്കാരം. സ്ഥാനാർബുദത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം ദുബായ് NMMC റോയൽ ഹോസ്പിറ്റലിലെ ലാപ്രോസ്കോപ്പിക് ആൻഡ് ബ്രസ്റ്റ് സർജൻ ഡോക്ടർ ഷീല പ്രിൻസ് ആണുള്ളത്. ഷാർജ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി കൂടിയാണ് ഡോക്ടർ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ, നമുക്കറിയാം സ്ത്രീകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗമാണ് സ്ഥാനാർബുദം എന്ന് പറയുന്നത്. എന്താണ് ഈ സ്ഥാനാർബുദം? അതിനുള്ള പ്രധാന കാരണം എന്തെല്ലാമാണ്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് സ്തനങ്ങൾ എന്ന് പറയുമ്പം. ഓരോ സ്ത്രീക്കും ശരീരത്തിൻ്റെ ആകാര ഭംഗിയും പ്രത്യുൽപാദനത്തിനും മുലയൂട്ടലിനും എല്ലാം പ്രാധാന്യം അർഹിക്കുന്ന ഒരവയവം. എല്ലാ സ്ത്രീക്കും തൻ്റെ ജീവിതാവസാനം വരെ ഇത് പ്രിസർവ് ചെയ്യേണ്ടത് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ബ്രസ്റ്റ് ക്യാൻസർ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ മുൻപ് ഗ്രാമീണ മേഖലകളിൽ ഗർഭാശയകള ക്യാൻസറും നാഗരിക മേഖലകളിൽ ബ്രസ്റ്റ് ക്യാൻസറുമായിരുന്നു കണ്ടിരുന്നത്. ഇന്നാണെങ്കിൽ ആഗോളതലത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്നത്. ഇതിൻ്റെ കാരണം നമ്മൾ ഒരു ജീവിത സാഹചര്യത്തിൽ ഒരു വീട്ടിൽ ജീവിക്കുന്ന രണ്ട് സ്ത്രീകൾ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നു, മറ്റാൾക്ക് വരുന്നില്ല. ഏതൊക്കെയോ അൺനോൺ ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1982 ആദ്യമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണം തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ മൂലമുള്ള മരണം നിരക്കുകൾ എടുത്തു നോക്കി 1989 എടുത്തു നോക്കിയപ്പോൾ 7 വർഷം കൊണ്ട് ഗണ്യമായ രീതിയിൽ ബ്രസ്റ്റ് ക്യാൻസർ മൂലമുള്ള മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ബോധവൽക്കരണം വഴിയാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ബോധവൽക്കരണത്തിൻ്റെ പ്രാധാന്യം ഇവിടെ ഊന്നിക്കാണിക്കുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ അത് കോശങ്ങളുടെ ഒരു അമിതമായ വളർച്ചയാണ്. ബ്രസ്റ്റിലെ ഒരു സെല്ലിന് ഒരു മ്യൂട്ടേഷൻ, ഒരു ജനിതക വ്യതിയാനം സംഭവിക്കുകയും അടുത്തുള്ള സെല്ലിന് ഒരു സിഗ്നൽ നൽകുകയും അത് കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു മുഴയായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അതിൽ പ്രധാനമായും ഈ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് പ്രധാന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓരോ സ്ത്രീയും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് മുന്നായിട്ട് ഇതിന് റിസ്ക് ഫാക്ടേഴ്സ് കുറേയുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ച് അറിവുണ്ടായാൽ, അതായത് ക്യാൻസറിനെ കുറിച്ച് അറിവ് നേടിയാൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പറയപ്പെടുന്നത് ശാസ്ത്രം. അതായത് നമ്മളിതിനെക്കുറിച്ച് അറിവ്, പണ്ടൊന്നും ആളുകൾക്ക് ക്യാൻസറിനെ കുറിച്ച് കേൾക്കാൻ തന്നെ താല്പര്യമില്ലായിരുന്നു. ഇന്നാണെങ്കിൽ എല്ലാവരും ബോധവൽക്കരണത്തിൽ വളരെയധികം ആക്റ്റീവാണ്. അതായത് നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് സാധാരണ കാണുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇത് 2 തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നും മോഡിഫയബിൾ എന്നും നോൺ മോഡിഫയബിൾ. മോഡിഫയബിൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നോൺ മോഡിഫയബിൾ നമുക്ക് സ്വയം തന്നെ അവയൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റും. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്ത്രീയായിട്ട് നമ്മൾ ജനിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ കാണാറുണ്ട്. അതായത് ഒരു 100 ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പുരുഷ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ മറ്റ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ വയസ്സ്, ഏജ് കൂടി വരുംതോറും ക്യാൻസറിനുള്ള സാധ്യത വളരെ കൂടി വരികയാണ്. പിന്നെ ജനറ്റിക്കായിട്ട് ഹെറിഡിറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 5 to 10% ഒരു ഹെറിഡിറ്ററി ആയിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ BRCA1, BRCA2 എന്നീ ജീനുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വഴിയും ബ്രസ്റ്റ് ക്യാൻസർ അടുത്ത തലമുറയിലേക്ക് കാണാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സ് ഘടകങ്ങളാണ്. പിന്നെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന, നമ്മളാൽ തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായത് നമ്മൾ പൊണ്ണത്തടി ഒഴിവാക്കുക, വ്യായാമം, അമിതമായ ഹോർമോണുകളുടെ ഉപയോഗം, അതായത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, ആർത്തവവിരാമത്തിന് ശേഷമുള്ള ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, പിന്നെ അമിതമായ ഓറൽ കോൺട്രസെപ്റ്റീവുകളുടെ ഉപയോഗം, ഇവ കുറയ്ക്കുക, ഒഴിവാക്കുക. ഇതൊക്കെ നമുക്ക്, പിന്നെ ആൽക്കഹോളിൻ്റെ ഉപയോഗം ലിമിറ്റ് ചെയ്യുക. സ്ത്രീകളിലാണെങ്കിൽ മാക്സിമം 1 drink per day, പുരുഷന്മാരിലാണെങ്കിൽ മാക്സിമം 2 drink per day, അതിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് തന്നെ ഒഴിവാക്കാൻ പറ്റുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് IVF ഇന്ന് വളരെ കൂടുതലായിട്ട്
കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു മേഖലയാണ് IVF. മറ്റ് പല കപ്പിൾസും കൂടുതലായിട്ട് IVF-ന് വേണ്ടി പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ IVF കഴിഞ്ഞിട്ടുള്ള ആ ഹോർമോണുകളുടെ ഉപയോഗം അതും ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് നയിക്കുന്നതായിട്ട് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൽ 1-2 IVF കഴിഞ്ഞ് മാക്സിമം ഒരു 3 ഡെഫിനറ്റ്ലി ആയിക്കഴിഞ്ഞാൽ ഒരു മാമോഗ്രാം ഒക്കെ ചെയ്ത് നോക്കേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഡോക്ടർ, പ്രധാനമായും അതിനൊരു ഏജ് കാറ്റഗറി ഉണ്ടോ? ആർക്കൊക്കെയാണ് ഇത് വരാനുള്ള സാധ്യത കൂടുതൽ? നമ്മൾ ഏജിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ശാസ്ത്രം പറയുന്നത് ഒരു 50 വയസ്സിന് മേലെയാണ് ഇതിനുള്ള സാധ്യത കാണുന്നതായിട്ടാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളുടെ ഡേ ടു ഡേ പ്രാക്ടീസിൽ ആസ് എ ബ്രസ്റ്റ് സർജനായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷം പല ഏജ് ഗ്രൂപ്പിൽ ഈവൻ ഇൻ 20കളിലും നമുക്ക് പല കേസുകളും കാണാറുണ്ട്. പക്ഷേ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ പഠനങ്ങൾ കാണിക്കുന്നത് 50 വയസ്സിന് ശേഷം ാണ് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. പക്ഷേ നമ്മൾ അതുകൊണ്ടാണ് ഈ സ്ക്രീനിങ് ഒക്കെ 10 വർഷം മുമ്പ് തന്നെ നമ്മൾ തുടങ്ങുന്നത്. നേരത്തെ ഏർലി ഡിറ്റക്ഷൻ ക്യൂവേഴ്സ് ദ ഡിസീസ് ആൻഡ് സെർവ്സ് അവർ ലൈഫ് എന്നുള്ളതാണ് എപ്പോഴുമുള്ള ആ ഒരു നമ്മുടെ നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടാൽ ചികിത്സിക്കപ്പെട്ട് ഭേദമാക്കുകയും ജീവൻ രക്ഷിക്കാൻ പറ്റുകയും കഴിയുന്ന ഒരു അസുഖമാണ്. അതായത് നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ സ്ഥലങ്ങൾ വെളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, മറ്റവയവങ്ങളെപ്പോലെ ശരീരത്തിനുള്ളിലല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ തന്നെ ഏർലി ഡിറ്റക്ഷൻ പോസിബിളാണ്. നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ നമുക്ക് ഇന്നുണ്ട്. കണ്ടുപിടിച്ചാൽ നന്നായി ക്യൂർ ചെയ്യാൻ, അതിനെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാനും നമ്മുടെ ജീവൻ ലൈഫ് സേവ് ചെയ്യാനും പറ്റുന്ന കാര്യമാണ്. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകയും കൂടി ചേരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീജ പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. ഹലോ, നമസ്കാരം ശ്രീജ. നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ ശ്രീജ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, ഞാൻ വിളിക്കുന്നത് എൻ്റെ പേര് ശ്രീജ. ഞാൻ 52 വയസ്സുണ്ട് എനിക്ക്. ഓക്കെ. എനിക്ക് നട്ടലിനും കഴുത്തിനും ഒക്കെ തേയ്മാനമുള്ള. ഇപ്പൊ എനിക്കൊരു 6 മാസമായി ഡോക്ടർ. എൻ്റെ ഈ നെഞ്ചിന്, ഇടത് നെഞ്ചിന്റെ അടുത്തൊരു ചെറിയ തടിപ്പ്. ഓക്കെ. അത് എൻ്റെ ആ ഇടത് സൈഡ് താഴോട്ട് ചില നേരത്തൊരു ചെറിയ വേദന വരുന്നുണ്ട്. അതെനിക്ക് കഴുത്ത് നട്ടലിന് ബെൽറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് എനിക്കതിപ്പോ ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ട്. തടിപ്പാണോ മുഴയാണോ? മുഴ പോലെ അത് മുഴയായിട്ടല്ല, ഒരു തടിപ്പുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഞെക്കുമ്പം അതിന് ഒരു കട്ടിയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ചില നേരത്ത് സൂചിക്ക് കുത്തുന്ന പോലെ ഒരു വേദന വരുന്നുണ്ട്. വേദനയുണ്ട്. ഓക്കെ. എന്നാ അത് വലുതായിട്ടില്ല. പക്ഷെ എനിക്കതാ നമ്മുടെ ഈ വയറിന്റെ വാരിയെല്ലിനോട്, നെഞ്ചിന് തൊട്ട് വാരിയെല്ലിന്റെ നേരെയത്. അപ്പൊ ഞാനൊരു സർജനെ കാണിച്ചപ്പം പുള്ളി 5 ദിവസത്തേക്കിന് മരുന്ന് തന്നിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് പോവാൻ പറ്റിയില്ല. മാമോഗ്രാം എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല മാഡം, ചെയ്തിട്ടില്ല. അർത്ഥവിരാമമായിട്ടുണ്ടോ? ഇപ്പം ഒരു വർഷത്തോളമായി. ഇല്ല. ഫാമിലിയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലെ ക്യാൻസർ, ഓവറി, ബ്രസ്റ്റ് ഏതെങ്കിലും ഉണ്ടോ? മാഡം, എന്റെ ഫാമിലി എന്ന് പറയും, ഇപ്പൊ എന്റെ ചേച്ചിയുടെ മകൾക്ക് ഇതുപോലെ സ്വനാർബുദം വന്ന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പം തിരുവനന്തപുരത്ത് RCCയിലായിരുന്നു. അതെ അതെ. അപ്പം തീർച്ചയായിട്ടും ശ്രീജ ഒരു മാമോഗ്രാം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യമായിട്ടൊരു മാമോഗ്രാം, ഒരു സർജനെ കണ്ടിട്ട് ഒരു മാമോഗ്രാം കൂടെ ഒന്ന് ചെയ്താൽ വളരെ നന്നായിരുന്നു. നമുക്കൊരു ക്യാൻസർ സ്ക്രീനിൻ്റെ ഭാഗമായിട്ട് ഒരു ഡോക്ടറെ കണ്ടു ശ്രീജ. മരുന്ന് 5 ദിവസത്തേക്കാണ്. ഡോക്ടറുടെ ക്ലിനിക്കൽ പരിശോധന കഴിഞ്ഞു. ഒരു മാമോഗ്രാം കൂടെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ക്യാൻസറിനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അത് ഈ മരുന്നിൻ്റെ കോഴ്സ് 5 ദിവസത്തെ കഴിഞ്ഞ ശേഷം മാമോഗ്രാം കൂടെ ഒന്ന് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ ശ്രീജ. ശരി മാഡം. ശരി, താങ്ക് യു. നന്ദി ശ്രീജ. അതേപോലെ തന്നെ ഡോക്ടർ, നമുക്കറിയാം പല ലക്ഷണങ്ങളും നമ്മൾ തള്ളിക്കളയാറുണ്ട്. ചില ലക്ഷണങ്ങളൊക്കെ ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ടതാകാം, പക്ഷെ അത് വലിയ കാര്യമായി എടുക്കാറുമില്ല. അത്തരത്തിലുള്ള ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വന്നാൽ നമ്മൾ ഡോക്ടറെ സമീപിക്കണം?
തീർച്ചയായും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിളും ഞാൻ ബ്രസ്റ്റ് ക്ലിനിക്കിലിരിക്കുമ്പോൾ പല സാഹചര്യങ്ങളിലും വളരെ വിദ്യാസമ്പന്നരായ ആളുകളും വന്നിട്ട് വളരെ ലേറ്റായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് എല്ലാ സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബ്രസ്റ്റിനുണ്ടാകുന്ന ഏത് മുഴയും നിങ്ങൾ ഡോക്ടറെ സമീപിച്ച് പരിശോധിക്കേണ്ടതാണ്. അതാണ് സാധാരണ പെയിൻലെസ് ലംബ്, അതാണ് വേദനയില്ലാത്ത മുഴകളിൽ നിന്നാണ് പറയപ്പെടുന്നത്. എന്നാലും വേദന ഉണ്ടായാലും അത് കാണിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതായിട്ടുണ്ടോ എന്ന്. രണ്ടാമത് നമുക്ക് ഈ ചില സാഹചര്യങ്ങളിൽ കക്ഷത്ത് മാത്രം മുഴകളായിട്ട് പ്രത്യക്ഷപ്പെടും, സ്ഥലങ്ങൾക്ക് മുഴ ഉണ്ടാകില്ല. അതും ഒരു ലക്ഷണമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് നിപ്പിൽ കൂടെയുള്ള ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു 3% 1 to 3% ഒരു അകത്ത് മാലിഗ്നൻസി ഹാർബർ ചെയ്യാൻ ബ്രസ്റ്റ് ക്യാൻസറുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പല സാഹചര്യങ്ങളിലും. മറ്റൊന്ന്, ഒരു ബ്രസ്റ്റിൻ്റെ സൈസ് മറ്റ് ബ്രസ്റ്റിനെക്കാട്ടിൽ വ്യത്യാസം കാണപ്പെടുന്നു. പലരും അത് ഇഗ്നോർ ചെയ്യാറുണ്ട്. അത് ഉള്ളിൽ മാലിഗ്നൻസി ഹാർബർ ചെയ്യാനുള്ള സാധ്യത അതിലും കാണാറുണ്ട്. മറ്റൊന്ന്, സ്കിന്നിലുണ്ടാകുന്ന ചേഞ്ചസ്, അൾസറേഷൻസ്, ചെറിയ വ്രണങ്ങൾ പോലെ കാണുക. ഇതൊക്കെ ചില സാഹചര്യങ്ങളിൽ അത് അകത്ത് മുഴയുണ്ടാകാൻ ഉള്ള സാധ്യത കാണാറുണ്ട്. പിന്നെ ഓറഞ്ച് പീൽ പോലെ ചില ഭാഗങ്ങളിൽ ചിലപ്പം ഒരു സ്ഥലത്തിന് മൊത്തമായിട്ടും ചില സാഹചര്യങ്ങളിൽ കാണാറുണ്ട്. അതും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായി. പിന്നെ അപൂർവമായിട്ട് ചില സാഹചര്യങ്ങളിൽ നിപ്പിളിനുണ്ടാകുന്ന ചൊറിച്ചിൽ, ചെറിയ അൾസറേഷൻസ്, ഇതൊക്കെ പേജസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു തരം ബ്രസ്റ്റിനുണ്ടാകുന്ന ക്യാൻസറിന് ചില പെർസെൻറ്റേജ് ആളുകളിൽ കാണാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പം അത് നിപ്പിളിലുണ്ടാകുന്ന സ്മോൾ അൾസറേഷൻസ്, ക്രാക്സ് ഒന്നും ക്യാൻസറിനുള്ള സാധ്യതയല്ല. എങ്കിൽ തന്നെയും അതൊരു ഡോക്ടറെ കാണിച്ച് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില സാഹചര്യങ്ങളിൽ പേജസ് ഡിസീസ് ഹാർബർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീകളും ഇഗ്നോർ ചെയ്യല്. അത് നമുക്ക് വീണ്ടും ഞാൻ ഊന്നി പറയുന്ന ഒരു കാര്യം, നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശരി ഡോക്ടർ, നമ്മളോട് കൂടി ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കോട്ടയത്ത് നിന്നും ഇന്ദിരയാണ് ചേരുന്നത്. ഇന്ദിര, ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. എനിക്ക് ഞാൻ 2 മാസം മുന്നേ ഞാൻ ഇങ്ങനെ വർഷത്തിൽ ചെയ്യാറുണ്ട്. പക്ഷെ പിന്നെ ഞാൻ ഈ 2 മാസം മുന്നേ ചെയ്തു. പക്ഷെ എനിക്ക് പിന്നെ അന്നേരം ഈ കക്ഷത്തിനകത്തൊരു വേദന പോലെ വന്നപ്പോഴാണ് ഞാൻ ചെയ്തത്. അതെനിക്ക് നേരത്തെ മുതലേ അങ്ങനെ ഫീലിംഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കുന്നത്. എന്റെ ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് ഡെത്തായതാണ്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഞാൻ അങ്ങനെ നോക്കുന്നത്. അപ്പം പക്ഷേ മാമോഗ്രാം ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഡോക്ടർ റിസൾട്ട് തന്നെങ്കിലും പക്ഷെ എനിക്ക് ഇപ്പോഴും ചെറിയൊരു വേദന പോലെ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ദിര, വയസ്സ് എത്രയാണ് ഇന്ദിര? എനിക്ക് വയസ്സ് 56. ഓക്കെ. മാസമുറയൊക്കെ നിന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ. വേദന അനുഭവപ്പെടുന്നത് കക്ഷത്താണല്ലോ, സ്ഥലങ്ങളിലല്ലോ അല്ലേ? സ്ഥലങ്ങളിലാണ് വേദന വരുന്നത്. എനിക്ക് ചെറുതായിട്ട്, അതൊരു വലിയൊരു വേദനയില്ല, ചെറുതായിട്ടൊരു വേദന ഇങ്ങനെ വരും. 2 സൈഡിലും ഒരു വശത്ത് മാത്രം, ഒരു സൈഡിൽ മാത്രം. ഓക്കെ. അപ്പൊ ഞാനങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഇയർലി ചെയ്യുന്ന ആളാണല്ലോ, വളരെ നല്ല കാര്യം. അതൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഹൈ റിസ്ക് ഉണ്ടായതുകൊണ്ട്, അതായത് സിസ്റ്ററിന് ഉണ്ടായതുകൊണ്ട് ഹൈ റിസ്ക് കാറ്റഗറിയിലാണെന്ന് പറയും. ഹൈ റിസ്ക് കാറ്റഗറിയിലായതുകൊണ്ട് ഇയർലി തന്നെ ചെയ്യണം. അതില്ലെങ്കിൽ നമുക്ക് ഇന്ദിരയ്ക്ക് ഇപ്പോൾ 54 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇയർലി 2 ഇയർലി, അതായത് 2 വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. പക്ഷേ നമുക്ക് ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ളിടത്തോളം ഹൈ റിസ്ക് കാറ്റഗറിയിലെ ഉൾപ്പെടുത്തണം. വർഷം തോറും 74 വയസ്സ് വരെ ചെയ്യുന്ന വളരെ നല്ലതാണ്. നമുക്ക് കട്ട് ഓഫ് കാറ്റഗറി എന്ന് പറയുന്നത് 74 വരെ, 74 വയസ്സ് വരെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് ഈ പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ 99% ഓഫ് വിമൻ, അതായത് ഒരു ബ്രസ്റ്റിന് ഒരു മാസ്റ്റാൾജിയ എന്ന് പറയും, ചെറിയ ഹോർമോണൽ വ്യത്യാസം കൊണ്ട് ഉണ്ടാകാറുണ്ട്. അപ്പം അത് ആണോ അതോ അല്ലാതെ ബ്രസ്റ്റിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. ബ്രസ്റ്റിന്റെ കാര്യങ്ങൾ എപ്പോഴും ഡോക്ടറെ കണ്ടിട്ടാണ് ഞാൻ ചെയ്തത്, മാമോഗ്രാം ചെയ്തത്. ഡോക്ടർ ക്ലിനിക്കൽ അസസ്മെന്റ് ചെയ്തിരുന്നു.
ചെയ്തിരുന്നു. എന്നാൽ പിന്നെ വറീഡ് ആകേണ്ട കാര്യങ്ങളൊന്നുമില്ല. ചെറിയ സിംറ്റമാറ്റിക് മെഡിക്കേഷൻസ്, അതായത് നമ്മുടെ പെയിനുള്ള മെഡിക്കേഷൻസ് മാത്രം മതിയാവുള്ളൂ. പിന്നെ വൈറ്റമിൻ ഇ 400 മില്ലിഗ്രാം ഒരു 1 ഡെയിലി വെച്ചിട്ട് ഒരു 1 മന്ത് കഴിക്കുന്നതും ബ്രസ്റ്റിൻ്റെ, അതായത് ഈ ഹെവിനെസ് മാറാനും പെയിൻഫുൾ ഇഫക്റ്റ് ഒന്ന് കുറച്ച് വരാനും വളരെ പ്രയോജനമുള്ളതാണ്. അത് വളരെ നല്ല ഒരു കാര്യമാണ്. ദിവസം 1 ഡെയിലി പ്രൊലോങ്ഡ് ആയിട്ട് കഴിക്കാൻ പാടില്ല. 1 മന്ത് കഴിക്കുക, പിന്നെ ഗ്യാപ്പ് ഓഫ് 1 മന്ത് കഴിക്കുക. അത് കഴിഞ്ഞ ശേഷം ഒരു 3 മന്ത്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ കഴിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൈറ്റമിൻസും അങ്ങനെ കഴിക്കാൻ പാടില്ല. ഇത് വൈറ്റമിൻ ഇ എസ്പെഷ്യലി 1 മന്ത് ആഫ്റ്റർ ഗ്യാപ്പ് ഓഫ് 3 മന്ത്സ് അഗെയിൻ യു ക്യാൻ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പെയിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെറിയ സിംറ്റമാറ്റിക് മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കാര്യങ്ങൾ വ്യക്തമായെന്ന് കരുതുന്നത്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം ഹലോ ഡോക്ടർ തുടരും. വീണ്ടും ഹലോ ഡോക്ടറിലേക്ക്. ഡോക്ടർ, നമുക്കറിയാം ഈ പ്രധാന ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു ഡോക്ടർ. അതുപോലെ തന്നെ ഈ രോഗത്തെ എങ്ങനെ തടയാം എന്നുകൂടി ഒന്ന് പറഞ്ഞു തരും. തടയാം എന്ന് പറയുമ്പോൾ നമ്മൾ ബോധവൽക്കരണത്തിൻ്റെ കാര്യം പറഞ്ഞു. എല്ലാവരും എവിടെ ബോധവൽക്കരണം ഉണ്ടെങ്കിലും സ്വയം അതിനെ അറ്റൻഡ് ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ സ്ക്രീനിങ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മുടെ ജീവിതശൈലി, സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ, അത് നമുക്ക് വീണ്ടും അതിലേക്ക് വരാം. പിന്നെ നമ്മുടെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഈ ക്യാൻസേഴ്സ് ഇപ്പോഴും ഒരു ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ബ്രസ്റ്റ് ക്യാൻസറും അതിലൊരു ജീവിതശൈലി ഒരു റിസ്ക് ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് വ്യായാമമില്ലായ്മ, ആൾക്കഹോളിൻ്റെ ഉപയോഗം, ഇതൊക്കെ പൊണ്ണത്തടി, ഇതൊക്കെ റിസ്ക് ഫാക്ടറായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്താൽ നമുക്ക് ഈ രോഗത്തിൽ നിന്നുള്ള എല്ലാ ക്യാൻസറിനും ഇത് പ്രയോജനമാണ്. എസ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറയുകയുണ്ട് ആൽക്കഹോളിൻ്റെ ഉപയോഗം ഇൻകേസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ വ്യായാമം മിനിമം ആഴ്ചയിൽ 150 മിനിറ്റ് 150 മിനിറ്റ്സ് 150 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്തിരിക്കണം. അല്ലെങ്കിൽ വിഗ്രസ് എക്സസൈസ് ആണെങ്കിൽ, അതായത് നല്ല ഹെവി ആയിട്ട് ചെയ്യുവാണെങ്കിൽ മിനിമം 75 മിനിറ്റ്സ് ചെയ്തിരിക്കണം ആഴ്ചയിൽ. അത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ഫാറ്റ് ഇൻടേക്ക്, ഫാറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക, പൊണ്ണത്തടി കുറയ്ക്കുക. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാൻസറിനൊക്കെ കാരണമാകുന്ന ടോട്ടൽ ഈസ്ട്രജൻ്റെ ക്വാണ്ടിറ്റി വഴിയാണ്. ടോട്ടൽ ഈ ഫാറ്റിൽ നിന്നൊക്കെയാണ് ടോട്ടൽ ഈസ്ട്രജൻ സിന്തസൈസ് ചെയ്യുന്നത്. ഈസ്ട്രജൻ കൂടുന്ന അളവ് കൂടുമ്പോൾ ഇതിനുള്ള സാധ്യത കൂടുന്നു. അതാണ് നമ്മൾ ഈ എക്സസൈസ്, ഈ പൊണ്ണത്തടി, ഈ ഫാറ്റിൻ്റെ ഉപയോഗം, ഇവിടെയാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം വരുന്നത്. നമുക്ക് ടോട്ടൽ ഈസ്ട്രജൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് നിർത്താൻ പറ്റും. അതുവഴി ക്യാൻസർ സെല്ലുകളുടെ സ്റ്റിമുലേഷൻ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു. അതൊന്ന്. പിന്നെ ഏറ്റവും പ്രധാനം, ഇതെല്ലാം പാലിച്ച് ജീവിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് വരുന്നു, മറ്റൊരാൾക്ക് വരുന്നില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗത്തുനിന്ന് ഏർലി ഡിറ്റക്ഷൻ, again and again I'm stressing, early detection and cures the disease and saves the life. നമ്മുടെ അസുഖത്തെ പൂർണ്ണമായിട്ടും ഭേദമാക്കുന്നു, ജീവനെ സംരക്ഷിക്കുന്നു എന്ന്. അതാ ഓരോരുത്തരും സ്വയം പറഞ്ഞ്, ഓരോ സ്ത്രീകളും സ്വയം പറഞ്ഞ് മനസ്സിലാക്കുകയും ആ സ്ക്രീനിങ്ങിന് വിധേയരാകുകയും 40 വയസ്സ് ആയാൽ ആവറേജ് റിസ്ക്, അതായത് നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ 40 വയസ്സ് മുതൽ 54 വയസ്സ് വരെ ഇയർലി മാമോഗ്രാം ചെയ്യണം. അത് കഴിഞ്ഞാൽ ഹൈ റിസ്ക് കാറ്റഗറിയിലല്ലാത്ത ആളുകൾ 54 തൊട്ട് 74 വയസ്സ് വരെ 2 ഇയർലി ചെയ്താൽ മതി. പിന്നെ ഇപ്പം ഹൈ റിസ്ക് കാറ്റഗറിയിലാണെങ്കിൽ ഒരു MR മാമോഗ്രാം കൂടെ ചെയ്യണം എന്നാണ് നമുക്ക് ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് എല്ലാം പറയുന്നത്. നമുക്ക്
നമുക്കിപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം. റെഗുലർലി മാമോഗ്രാം MR മാമോഗ്രാമും ചെയ്യാനായിട്ട് ഇനി സ്ക്രീനിങ് പ്രോട്ടോക്കോളിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റഡീസ് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഇതുവരെ നിലവിലുള്ളത് ഹൈ റിസ്കിലുള്ള ആളുകൾ ഒരു മാമോഗ്രാം MR മാമോഗ്രാമെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹൈ റിസ്ക് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, സഹോദരങ്ങൾക്ക്, അമ്മയ്ക്ക്, ഗ്രാൻഡ് മദറിനോ ഒക്കെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളവരിൽ, പിന്നെ ഈ BRCA1 BRCA2 എന്ന് പറഞ്ഞ ഈ 2 ജീൻസ് പോസിറ്റീവായിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, മറ്റൊരു കാറ്റഗറി വരെ നമുക്ക് ചെറിയ പ്രായത്തിൽ മറ്റേതെങ്കിലും കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് റേഡിയേഷൻ നെഞ്ചിൽ സ്വീകരിച്ചിട്ടുള്ളവർക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ ക്യാൻസറിനുള്ള സാധ്യതയുണ്ട്. അവരെയും ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ളവർ ഏർലി 40 വയസ്സ് ആവറേജ് റിസ്കിലുള്ളവരുടെ കൂടെ സ്ക്രീനിങ്ങിന് വിധേയരാകാനായിട്ട് കാത്തിരിക്കേണ്ട. അവർ നേരത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ അവർ ഒരു MR മാമോഗ്രാം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ, അതുപോലെ ഈ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന മുഴകൾ, ആ എല്ലാ മുഴകളും ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, എല്ലാ മുഴകളും ക്യാൻസർ ആകാനുള്ള സാധ്യതയില്ല. വളരെ നമ്മൾ ബ്രസ്റ്റ് ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ പല സ്ത്രീകളും വളരെ ആങ്ഷ്യസ് ആയിട്ടാണ് വരാറുള്ളത്. വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ, ഒരു 10% മാത്രമേ ക്യാൻസർ ആകാനുള്ള സാധ്യതകളുള്ളൂ. 90% നോൺ ക്യാൻസറസ് മുഴകൾ തന്നെയാണ് കാണപ്പെടുന്നത്. നമുക്ക് അല്ലാതെ ബിനൈൻ ഫൈബ്രോയിഡ്നോമ, അതുപോലെ തന്നെ ഗ്രാനുലോമാറ്റസ് മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ. അതിൻ്റെ കാരണം ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോഴും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസ്, ഫിലോയിഡ്സ്, അങ്ങനെ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള പല മുഴകളും സ്തനങ്ങൾക്കുണ്ടാകാറുണ്ട്. പക്ഷേ ഓരോ സ്ത്രീയും ഏത് മുഴ കണ്ടാലും അൺലെസ് പ്രൂവ്ഡ് ഇറ്റ് ഈസ് ക്യാൻസർ എന്നുള്ള രീതിയിൽ വേണം ഡീൽ ചെയ്യേണ്ടത്. അതായത് നമ്മൾ അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പ് വരുത്തുക. അത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ഓരോ സ്ത്രീയുടെയും കർത്തവ്യമാണ്. ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിൻ്റെയും ഡ്യൂട്ടിയാണ്, കർത്തവ്യമാണ്. മാറിൽ ഒരു സ്ഥലത്തിലൊരു മുഴ കണ്ടാൽ അത് ക്യാൻസർ അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഡോക്ടറിൻ്റെയും കർത്തവ്യമാണ്. ഡോക്ടർ, നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. സ്ഥാനാർബുദ്ധത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ദുബായ് NMC റോയൽ ഹോസ്പിറ്റലിലെ ലാപ്രോസ്കോപ്പിക് ആൻഡ് ബ്രസ്റ്റ് സർജൻ ഡോക്ടർ ഷീല പ്രിൻസ് ആയിരുന്നു. ഷാർജ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി കൂടിയാണ് ഡോക്ടർ. വളരെ നന്ദി.